പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെക്കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സുഖസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യും. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവെ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. 40 വർഷം ഞാൻ അർപ്പിച്ച കൃപയുടെ യുഗതിയാൽ കൃപാസ്ഥാനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിന്റെ മാധ്യസ്ഥ ഇന്ന് അങ്ങയുടെ മക്കളെ പ്രാർത്ഥന കൂടുന്ന എല്ലാ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. നിന്റെ കൂടെ അമ്മ ഉണ്ടാവുമെന്ന് ഓർക്കണം ദൈവപൈതലേ. കർത്താവ്, കിടപ്പായിപ്പോയവര്, ഇങ്ങനെ ഒരു ആരോഗ്യമുണ്ട് പക്ഷെ കിടന്നു പോയവര്, ചിലപ്പോൾ അപകടം ഉണ്ടായി കിടന്നു പോയവര്, കർത്താവെ പ്രഷർ വന്ന് കിടന്നു പോയവര്, കർത്താവിൻ്റെ തിരുമുറുവാർന്ന വലതുകരം ആണിപ്പെടുതാടുന്ന അത്ഭുതകരം ആ കിടന്നുപോയ മക്കളുടെ മേൽ ശരീരത്തിൽ തലയ്ക്കപ്പെടട്ടെ. യേശുക്രിസ്തു ഉന്നതമായ നാമത്തിൽ നീ സൗഖ്യം പ്രാപിക്കട്ടെ എന്ന് കൽപ്പിക്കുന്നു. കർത്താവെ,
പടലപ്പിണക്കങ്ങളും തൊഴുത്തിൽ കുത്തും മൂലം കുടുംബത്തിൽ കലഹവും കോലാഹലങ്ങളും സമാധാനം നഷ്ടപ്പെട്ട കുടുംബങ്ങൾ. ഏത് ഭവനത്തിൽ പ്രവേശിക്കുമ്പോഴും ആ ഭവന സമാധാനം ആശംസിക്കണം. സമാധാന ദൂതൻ അവിടെ ഉണ്ടെങ്കിൽ നിൻ്റെ സമാധാനം പരിക്കും. കർത്താവെ, അടിയൻ്റെ പ്രാർത്ഥന കൊണ്ടും അമ്മയുടെ പ്രത്യക്ഷീകരണം കൊണ്ടും കർത്താവെ ആ കുടുംബങ്ങൾക്ക് സമാധാനം ഉണ്ടാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. പഠിക്കാൻ പോകുന്ന കുഞ്ഞുങ്ങൾ, പഠിക്കുന്നതിന് വേണ്ടി ഒരുങ്ങുന്ന കുഞ്ഞുങ്ങൾ, ഉപരിവിദ്യാഭ്യാസം വേണ്ടി ഒരുങ്ങുന്ന കുഞ്ഞുങ്ങൾ, പരീക്ഷയുടെ റിസൾട്ട് പ്രതീക്ഷിക്കുന്ന കുഞ്ഞുങ്ങൾ, കർത്താവെ എന്തെല്ലാം കാര്യങ്ങൾക്ക് വേണ്ടി മക്കൾ വേദനിച്ചുകൊണ്ട് ആശങ്കപ്പെട്ടുകൊണ്ട് കണ്ണുനീരോടെ വിഷമിക്കുന്നുണ്ടോ ആ മേഖലയിലെല്ലാം പരിശുദ്ധാത്മ പ്രവർത്തിച്ചുകൊണ്ട് പെന്തക്കോസ്ത് ദിവസത്തിന് മുമ്പ് ദൈവമായതല്ലേ നിൻ്റെ വിഷയത്തിൽ ദൈവം തീരുമാനമെടുക്കാൻ പോകുന്നു. കർത്താവിൻ്റെ മുമ്പിൽ നീ ജാഗ്രതയോടെ പെരുമാറുക. കർത്താവെ, അകലം വിട്ടുപോകുന്നവർ, രാജ്യം വിട്ടുപോകുന്നവർ, വീട് വിട്ടുപോകുന്നവർ, ഞങ്ങൾ കണ്ണുമ്പിൽ മറയുന്നവർ കർത്താവിൻ്റെ കൃപയാൽ നിറക്കപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവെ, ജോലിയില്ലാത്തതിൻ്റെ പേരിൽ വിസ പുതുക്കാത്തതിൻ്റെ പേരിലും യാത്രയ്ക്ക് നാട്ടിലേക്ക് വരാൻ പറ്റാത്തതിൻ്റെ പേരിലും തിരിച്ചു പോകാൻ പറ്റാത്തതിൻ്റെ പേരിലൊക്കെ കുടുങ്ങിക്കിടക്കുന്നവർ എൻ്റെ കർത്താവിൻ്റെതുമായ എന്തെങ്കിലും ബന്ധനങ്ങളെ ഞാൻ അർപ്പിച്ച 40 വർഷത്തെ ബലിയുടെ ശക്തിയാൽ ബന്ധിക്കുന്നു, അഴിച്ചു മാറ്റുന്നു. കർത്താവിൻ്റെ കരുണ നിന്നെ ആവശ്യിക്കുകയും നീ വിടുതൽ പ്രാപിക്കുകയും ചെയ്യട്ടെ. ഐ കമാൻഡ് യു ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്, യു ബി ഹീൽഡ് ആൻഡ് ഡെലിവേർഡ്. പിതാവും പുത്രനും പരിശുദ്ധാത്മാവിനെ നീക്കും. ആമേൻ. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ ഇന്നലെ ഉപ്പിനെക്കുറിച്ചാണ് കണ്ടതല്ലേ. ഉപ്പ് ഒരു മനുഷ്യരുടെ മുമ്പിൽ ക്രിസ്തുവിനെ മനുഷ്യൻ സ്വീകരിക്കുമ്പോൾ ഉണ്ടാകുന്ന അധിക രുചിയും എൻഹാൻസ്മെൻ്റ് അല്ലേ, എൻഹാൻസ്മെൻറ്റ് ദ ബിഹേവിയർ വിത്ത് ദ സ്പിരിറ്റ് ഓഫ് ക്രൈസ്റ്റ്. അതാണ് ഞാൻ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കർത്താവിൻ്റെ ചൈതന്യത്തിൽ ജീവിതത്തിൽ, കർത്താവിൻ്റെ കൃപയിൽ ജീവിതത്തെ പുതിയ ചൈതന്യത്തിലേക്ക് ബൈബിൾ ഉപയോഗിക്കുന്ന. അപ്പം നമ്മൾ പെന്തക്കോസ്ത തിരുനാളിലേക്ക് പോകുമ്പോൾ ഈ പുതിയ ചൈതന്യത്തെക്കുറിച്ച് എസെക്കിയേൽ 11:19 നോക്കാം. അവർക്ക് ഞാൻ ഒരു പുതിയ ഹൃദയം നൽകും. എൻഹാൻസ്മെന്റ് വിത്ത് ദ സ്പിരിറ്റ് ഓഫ് ജീസസ് ആണ്. അവർക്ക് ഞാൻ പുതിയ ഹൃദയം നൽകും. ഒരു പുതിയ ചൈതന്യം അവരിൽ ഞാൻ നിക്ഷേപിക്കും. അവരുടെ ശരീരത്തിൽ നിന്ന് ശിലാഹൃദയം എടുത്തു മാറ്റി ഒരു മാംസള ഹൃദയം ഞാൻ കൊടുക്കും. അങ്ങനെ അവർ എന്റെ കൽപ്പനകൾ അനുസരിച്ച് ജീവിക്കുകയും ഉടമ്പടിയാണത്. അവരെന്റെ കൽപ്പന അനുസരിച്ച് ജീവിക്കുകയും എന്റെ നിയമങ്ങൾ ശ്രദ്ധയോടെ പാലിക്കുകയും ചെയ്യും. അവർ എന്റെ ജനവും ഞാൻ അവരുടെ ദൈവവും ആയിരിക്കും. ഇതാണ് ഉടമ്പടിയുടെ ലക്ഷ്യം എന്ന് പറയുന്നത്. നമ്മൾ ദൈവത്തിൻ്റെ ജനമായി മാറും. പക്ഷെ ഇതെന്താ വെച്ചാൽ ഒരു ഡേ ടു ഡേ പ്രോസസ്സാണിത്. അനുദിന ജീവിതത്തിൽ ഇതിങ്ങനെ എല്ലാ ദിവസവും നമ്മുടെ ബിഹേവിയർ എൻഹാൻസ് ചെയ്യണം. നമ്മൾ രാവിലെയൊക്കെ ഇരുന്ന് ഞങ്ങൾക്കൊക്കെ സമയം കിട്ടും പ്രാർത്ഥിക്കാൻ. നിങ്ങൾക്ക് കിട്ടുന്നുണ്ടെന്ന് അറിയത്തില്ല, അതൊക്കെ ലോകം ഉറക്കക്കാരല്ലേ. ഞാൻ 4 മണിക്ക് എഴുന്നിട്ട് കർത്താവിൻ്റെ അടുത്ത് 1.5 മണിക്കൂർ ഇരിക്കും. അപ്പോൾ നിങ്ങൾക്ക് അത്രയും പറ്റുമെന്ന് എനിക്കറിയത്തില്ല. എന്നാലും കുറച്ച് സമയത്തേക്കെങ്കിലും നമ്മൾ ഈ പ്രാർത്ഥിക്കണമല്ല, നമ്മളൊന്ന് ധ്യാനിക്കണം നല്ലതാ. എന്ത് ധ്യാനിക്കണതാ? അതായത് കർത്താവിൽ നമ്മൾ വളരുന്നുണ്ടോ എന്ന് നമ്മൾ ധ്യാനിക്കണം. കർത്താവിൻ്റെ കൽപ്പന നമ്മളിൽ നിലനിൽക്കുന്നുണ്ടോ? കർത്താവിനൊരു ഭയങ്കര നിർബന്ധമാണ് നിലനിൽപ്പിനെ കുറിച്ച് എപ്പോഴും കർത്താവ് ഇങ്ങനെ ഭയങ്കര ആശങ്കപ്പെടുന്ന പോലെ തോന്നുന്നു. നിങ്ങൾ എൻ്റെ വചനം നിങ്ങൾ നിലനിൽക്കണം, നിങ്ങൾ എൻ്റെ സ്നേഹത്തിൽ നിലനിൽക്കുവേൻ. യോഹന്നാൻ 15:9 പിതാവ് എന്നെ സ്നേഹിച്ചതുപോലെ ഞാനും നിങ്ങളെ സ്നേഹിച്ചു. നിങ്ങൾ എൻ്റെ സ്നേഹത്തിൽ നിലനിൽക്കുവിൻ. ഞാൻ എൻ്റെ പിതാവിന്റെ കൽപ്പനകൾ പാലിച്ച് അവിടുത്തെ സ്നേഹത്തിൽ നിലനിൽക്കുന്നത് പോലെ നിങ്ങൾ എൻ്റെ കൽപ്പനകൾ പാലിച്ചാൽ എൻ്റെ സ്നേഹത്തിൽ നിലനിൽക്കും.
ഇനി എൻ്റെ വചനം നിങ്ങൾ നിലനിൽക്കുകയും, അങ്ങനെയുണ്ട്. യോഹന്നാൻ 15:7 നിങ്ങൾ എന്നിൽ വസിക്കുകയും എന്റെ വാക്കുകൾ നിങ്ങളിൽ നിലനിൽക്കുകയും ചെയ്യുന്നെങ്കിൽ ഇഷ്ടമുള്ളത് ചോദിച്ചുകൊള്ളുക, നിങ്ങൾക്ക് ലഭിക്കും. അതായത് കർത്താവിൻ്റെ ഒരു മൈൻഡ് സെറ്റ് ഭയങ്കര രസമാണ്. അതായത് നമ്മൾ കർത്താവിനോട് സ്വാതന്ത്ര്യം കാണിച്ച് ഇഷ്ടമുള്ള ചോദിക്കാനാണ് പറയണേ. അതിൻ്റെ ഉള്ളിൽ ഈശോ ഉദ്ദേശിക്കുന്ന സംഭവമേ, കർത്താവിൻ്റെ വചനം നമ്മളിൽ നിലനിൽക്കണം, നിങ്ങൾ എൻ്റെ സ്നേഹത്തിൽ നിലനിൽക്കണം. ഇപ്പോൾ ഈ ഈശോയുടെ ഒരു പ്രശ്നം എന്ന് പറയുന്നത്, ഇപ്പം നമ്മൾ ഇപ്പോൾ ഉടമ്പടിയൊക്കെ എടുത്തിട്ട് ചില ആൾക്കാർ അവിടെ മകന് ജോലി കിട്ടി കഴിയുമ്പോൾ അവർ കട്ടയും പടവും മടക്കും. അപ്പോൾ ഈശോയ്ക്ക് എന്നെ സങ്കടമാണെന്നറിയാമോ എന്നും പറഞ്ഞ് നിങ്ങൾ വിചാരിക്കരുത് അച്ഛൻ നിങ്ങളെ കൃപാസനത്തിൽ ജീവിതകാലം മുഴുവൻ കെട്ടിയിടാൻ വേണ്ടിയാണെന്ന്. അതില്ല, നിങ്ങൾ കൃപാസനത്തിൽ വരും ആലപ്പുറത്തിനെ വരണമെന്ന് നിർബന്ധം ഞാൻ പറയത്തില്ല. പക്ഷെ നിങ്ങൾ ഉടമ്പടി ജീവിക്കണം. ഉടമ്പടി ജീവിക്കുക എന്ന് വെച്ചാൽ ദൈവത്തിൻ്റെ കൂടെ ജീവിക്കുക എന്നുള്ളതാണ്. ഇതിനൊക്കെ വലിയൊരു ആത്മീയ പദ്ധതി ഇന്ന് വരെ സഭയിലില്ല. കാര്യം ബൈബിൾ മൊത്തം ഉടമ്പടി പുസ്തകം എന്നല്ലേ ബൈബിളിനെ വിളിക്കണത്. അപ്പോൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് വെച്ചാൽ ബിഹേവിയർ ചേഞ്ച്. ഇപ്പോൾ കർത്താവിൻ്റെ വചനത്തിൽ നമ്മൾ നിലനിൽക്കുമ്പോൾ നമ്മളിൽ ബിഹേവിയർ ചേഞ്ച് ഉണ്ടാകണം. കർത്താവിൻ്റെ സ്നേഹത്തിൽ നിലനിൽക്കുമ്പോൾ നമ്മളിൽ പെരുമാറ്റത്തിൻ്റെ അകത്ത് ഗുണനിലവാരമായ ഒരു മാറ്റം ഉണ്ടാകണം. ശരിയൊക്കെ പറയുവേ, എനിക്ക് പണ്ട് ഈ ധർമ്മക്കാരെ കാണുമ്പോൾ അറപ്പായിരുന്നു. ഞാനിങ്ങനെ ആൾക്കാരുടെ ഉടുപ്പൊന്നും എടുക്കത്തില്ല. ഇപ്പം ചില കുട്ടികളാകുമ്പോൾ കണ്ടിട്ടില്ലേ, ഇപ്പം ഞങ്ങളൊക്കെ കുഞ്ഞുനാളൊക്കെ പഠിക്കുന്ന സമയത്ത് ചില പിള്ളേർ വീട്ടിൽ നിന്ന് അവർ പറഞ്ഞു വിട്ടിട്ടുണ്ടായിരിക്കും, വേറെ ആരും മുട്ടത്തില്ല. അവരിങ്ങനെ മാറ്റി തള്ളി മാറ്റിയിട്ട് അവർ മാറി നിന്നിട്ട് നടുക്ക് സ്ഥലം ഇടിയിക്കും. ചില അമ്മമാർ മക്കളോട് പറയും, നിങ്ങൾ മറ്റു പിള്ളേരുടെ ഒന്നും പോകരുത്, അവർ ചീത്തയാണ്, അവർ സംസാരിക്കരുത് എന്നൊക്കെ പറഞ്ഞ് വളർത്തും. അതുപോലെ തന്നെ ആയിരിക്കും അത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ വളർന്നു കഴിഞ്ഞാൽ ആ നാട്ടുകാരുമായിട്ട് ഒരു ബന്ധം ഉണ്ടാകത്തില്ല. ഈ രാജ്യം വിട്ടു പോകുന്ന ആൾക്കാരില്ലേ, അതിൻ്റെ അകത്തൊരു 2% നാട്ടുകാരുമായിട്ട് പണ്ടേ ബന്ധമില്ല അവർക്ക്. കാര്യം എന്ന് വെച്ചാൽ അവരെ വളർത്തിയിരിക്കുന്ന രീതി ബ്രോട്ടപ്പ് അങ്ങനെയാണ്. മറ്റുള്ളവർ അഴുക്കാണ്, കൊള്ളാത്തവരാണ്, സംസാരിക്കാൻ കൊള്ളാത്തവരാണ്, അവിടെ ചീത്ത സ്വഭാവക്കാരാണ്. ഇവരുടെ പ്രിജുഡ്യൂസുകൾ, മുൻവിധികൾ കുട്ടികളെ പറഞ്ഞിട്ട് അവരിങ്ങനെ ഈ അന്തർമുഖരാകും മറ്റുള്ളവരോട് മുമ്പിൽ. അതിങ്ങനെ വളർന്നു കഴിഞ്ഞാലും ആ ഒരു മാനസിക രോഗം നമുക്കുണ്ടാവും. എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം. ആൾക്കാർ നിങ്ങളെ മിണ്ടിലെ കുഴപ്പമില്ല, ചില ആൾക്കാരെ കൊള്ളത്തില്ലെന്ന് പറഞ്ഞ് പഠിപ്പിക്കരുത് ഒരിക്കലും. ഉടമ്പടിയിൽ ചില ആൾക്കാർ പരാജയപ്പെടുന്നത് എന്തുകൊണ്ടാണ്? മറ്റുള്ളവർ കൊള്ളത്തില്ല, അവരോട് സംസാരിക്കാൻ കൊള്ളത്തില്ല, അവർ മോശമാണ് ആൾക്കാരെന്ന് കുഞ്ഞുനാളിലെ മുതൽ പറപ്പിച്ച കാരണം ഇവർക്കൊരു പത്രം വരെ കൊടുക്കാൻ പാടാണ്. അവരെ സഹായിക്കാൻ ഇവർക്ക് പറ്റത്തില്ല. കാര്യം എന്താണ്? ഇവരെ പുറകിൽ നിന്ന് അവരെ പിടിച്ച് വലിക്കും. ആരെയാണ്? ഈ ചത്തുപോയ അമ്മയുടെ ആത്മാവാണ് പിടിച്ചു വലിക്കണത്. കാര്യം അമ്മ ഇങ്ങനെ പറഞ്ഞു കൊടുത്തിരിക്കുകയാണ്, മറ്റുള്ളവർ കൊള്ളത്തില്ല എന്ന്, അയൽവാസി കൊള്ളത്തില്ല, തെക്കോട്ട് ഇപ്പോൾ ചില മരുമക്കളെ കെട്ടി വീട്ടിൽ വരുമ്പോൾ എന്തുകൊണ്ട് മരുമക്കളോട് ഭയങ്കര വഴക്കുണ്ടാകണം? എന്തുകൊണ്ടാണ്? ഈ നടന്ന് എല്ലാവരെയും വെറുപ്പിച്ച് കാണും. അവർക്കങ്ങനെ വെറുക്കാൻ പറ്റിയ ആൾക്കാരൊന്നുമല്ല. ഇപ്പോൾ ഞാനൊരു ഇടവക വികാരിയായിട്ട് ചെല്ലുമ്പോൾ കുറേ അണ്ണന്മാരിങ്ങനെ 2 ദിവസം നമ്മുടെ മേട കയറി ഇറങ്ങും. എന്താ പറയണത്? അച്ഛാ ഞങ്ങളൊക്കെ ഇടയ്ക്കൊക്കെ വന്ന് സഹായിക്കാവേ, അച്ഛൻ എന്തുകൊണ്ട് ഞങ്ങളോട് പറയണം കേട്ടോ. അപ്പോൾ നമ്മൾക്ക് നല്ല തകപ്പെട്ട മനുഷ്യരാണല്ലോ എന്ന്. പിന്നെ ചില ആൾക്കാരൊക്കെ സൂക്ഷിക്കണം കേട്ടോ, അബദ്ധത്തിന് വേണ്ടി ഒരു കാര്യമില്ല. എന്നിട്ട് ഇവർക്ക് വെറുപ്പുള്ളവരുടെയൊക്കെ നമ്മളോട് ഇങ്ങനെ പറഞ്ഞു തരും. നിർഭാഗ്യവശാൽ ചില അച്ഛന്മാരെങ്കിലും ഇവന്മാരുടെ മധുരക്കെണിയിൽ വീണു പോകും. ഇതൊരു ഹണി ട്രാപ്പാണേ. അച്ഛന്മാർ സ്ഥലം മാറി ചെല്ലുമ്പോൾ
ആദ്യത്തെ ഈ ഹണി ട്രാപ്പുകാർ ആദ്യത്തെ 5 ദിവസങ്ങളിൽ ഇവർ വന്നുകൊണ്ടിരിക്കും. കാര്യത്തിൽ ഇവർ കോമ്പറ്റീഷനിൽ പരാജയപ്പെട്ടരും ഇവർ പുറന്തള്ളപ്പെടാതിരിക്കാൻ വേണ്ടിയും ഇവരൊരു സിറ്റുവേഷൻ ഉണ്ടാക്കുക. ഇത് തന്നെയാണ് കെട്ടിച്ചെല്ലണ മരുമക്കൊക്കെ ഉണ്ടാകണത്. അമ്മ പറയും അവിടെ പോകരുത്, ഇവിടെ പോകരുത്, അവൾ കൊള്ളത്തില്ല, അവൾ അഴുക്കാണ്, അവൾ വേറെ ഇടത്തിൻ്റെ കൂടെ ജീവിക്കണത്. ആരും അറിഞ്ഞ് കാണത്തില്ലേ. പക്ഷേ ചില മരുമക്കൾ സ്മാർട്ടാണ്. അവർ പറയും അത് നിങ്ങളോട് അങ്ങനെയൊക്കെ പെരുമാറാമായിരിക്കും, എനിക്ക് അങ്ങനെ ഒന്നും പറ്റത്തില്ല, മനുഷ്യരോട് സംസാരിക്കാതിരിക്കാനൊന്നും പറ്റത്തില്ല. അപ്പം നിങ്ങൾ ആൾക്കാരെ ഇടപെട്ട് കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്തൊരു തങ്കപ്പെട്ട മനുഷ്യരാണെന്ന്. മനുഷ്യൻ ബേസിക്കായിട്ട് നല്ല ആൾക്കാരാണേ. നമ്മൾ പെരുമാറുന്ന പോലെ ഇരിക്കും അവർക്ക് നമുക്ക് റെസ്പോൺസ് കിട്ടുന്നത്. ഞാനിപ്പോൾ ഈ രോഗമൊക്കെ വന്നതിന് ശേഷം ഞാനിപ്പോൾ എനിക്ക് ടൈറ്റായി വെച്ചാൽ കിഡ്നിയുടെ രോഗമൊക്കെ വന്നതിന് ശേഷം ഞാൻ ഇത്തിരി ടൈറ്റായി. ഇപ്പോഴാണ് ഞാൻ കുറച്ച് ഡിസിപ്ലിൻ എടുക്കുന്നത്. പണ്ട് ഞാൻ രാവിലെ മുതൽ രാത്രി 9 മണി വരെ ആൾക്കാർ നിന്ന് കാണുമായിരുന്നു. അതിൻ്റെ ഒരു കൃപയാണ് എനിക്കിപ്പോഴും കർത്താവ് തന്നിരിക്കണത്. ഇപ്പം നമുക്ക് സെലക്റ്റീവ് ആയിപ്പോയില്ലേ. സെലക്റ്റീവ് എന്നല്ല, ഇപ്പം എന്താ നമ്മൾ ചെയ്യണത്, ഏറ്റവും ഇന്നാണ് ഉടമ്പടി എടുക്കണമെങ്കിൽ ഇന്നച്ഛൻ കാണും ആൾക്കാരെ. പക്ഷേ മോസ്റ്റ് സീരിയസ് വിഷയമായിരിക്കണം, ഒക്കെ ഉണ്ടായിരിക്കണം. അത് ന്യായമായ ഒരു കാര്യമാണ്. ഇപ്പം ആരും കാണാതിരിക്കത്തില്ല ഒരിക്കലും. ഞാൻ പറഞ്ഞു ഇങ്ങനെ ആരെക്കൊണ്ടും മുൻവിധി എടുത്ത് റിസർവ്ഡ് ആകരുത്. മുൻവിധിയോടുകൂടി ജനമെല്ലാം ബേസിക്കായിട്ട് നല്ലവരാണ്. എല്ലാവരും നമ്മൾ പെരുമാറുന്ന പോലെ ഇരിക്കും. അപ്പം അതുകൊണ്ട് നിങ്ങളിൽ ഉപ്പുണ്ടായിരിക്കട്ടെ എന്ന് ഈശോ പറഞ്ഞില്ലേ. ഉടമ്പടി എന്ന് പറഞ്ഞാൽ എൻഹാൻസ്മെൻറ്റ് ബിഹേവിയറാണ്. എല്ലാവരുമായിട്ട് പുതിയ റിലേഷൻസ് ഉണ്ടാകുക, പുതിയ ആൾക്കാരുമായിട്ട് നന്മ. തിന്മ വരുമ്പോൾ നമുക്കറിയാൻ പറ്റില്ല, അപ്പോൾ നമ്മൾ അറിയാൻ മതിയല്ലോ ഇല്ലേ. ഒരു ഓലമടൽ മോളിൽ നിന്ന് വരണ മുമ്പ് ഒരു സ്വരം കേൾക്കുമല്ല, ഇപ്പോൾ നമ്മൾ മാറും, അത്രയേ ഉള്ളൂ. അതുപോലെ തിന്മ ആരെങ്കിലും വരുമ്പോൾ നമുക്കറിയാൻ പറ്റുമല്ലോ. അല്ലാതെ ഓലമടൽ വരണേന്ന് പറഞ്ഞുകൊണ്ട് എപ്പോഴും തലയിൽ ഇങ്ങനെ കൈയും പൊത്തി നടക്കേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ ആവശ്യമില്ലാതെ പേടിക്കാതിരിക്കുക. ക്രിസ്തു നമ്മുടെ കൂടെയുണ്ട്. പ്രൈസ് ദി ലോർഡ്. ദൈവ സാന്നിധ്യം എപ്പോഴും ഞാൻ കണ്ടിട്ടുണ്ട്. ഇപ്പം നിങ്ങളൊക്കെ ദൈവത്തെ അന്വേഷിച്ചാൽ വന്നിരിക്കണം. ഇവിടെ നിയോഗത്തിൻ്റെ ഉത്തരം അന്വേഷിച്ചില്ല വരേണ്ടത്. അതൊക്കെ ഉടമ്പടിയിൽ ദൈവം ചെയ്തു തരാമെന്ന് പറഞ്ഞാൽ ചെയ്തു തരും. അമ്മ മാതാവ് ചെയ്തിരിക്കും, അതിലൊരു സംശയം വേണ്ട, നമ്മളെ ബോധ്യമാണ്. പക്ഷേ ദൈവ സാന്നിധ്യത്തിലേക്ക് വരണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. 97 എൻ്റെ അമ്മ ക്യാൻസറായിരുന്നു. ഞാനത് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, എന്നാൽ ഇതിൻ്റെ സാമ്യമായിട്ടാണ് ഞാൻ പറയണേ. ക്യാൻസർ എന്ന് പറഞ്ഞാൽ എനിക്ക് അമ്മയെന്ന് വെച്ചാൽ ജീവനാണ്. അമ്മയില്ലാതെ ജീവിക്കാൻ പറ്റില്ല, അത്രയ്ക്ക് എനിക്ക് സ്നേഹമാണ് അമ്മയോട്. അപ്പോൾ അന്ന് ഞാൻ പ്രാർത്ഥിക്കണം. അന്ന് എനിക്ക് കൃപാസനമൊന്നും അറിയില്ല. ഞാൻ പോകുന്നത് അവിടെ മറവക്കാട് പള്ളിയുണ്ട്, വേളാങ്കണ്ണി പള്ളിയുണ്ട്, ചെല്ലാനം. അവിടെ ചെറുപ്പത്തിലെ സൈക്കിളിൽ പോലും വാടകയ്ക്ക് എടുക്കാനില്ലാത്തപ്പോൾ നടന്നൊക്കെ പോയിട്ടുണ്ട്. അതൊക്കെ അമ്മ കണ്ടിട്ടുണ്ട്. അവിടെ പോയി 5 മണിക്കൂറൊക്കെ ഇരിക്കും ചിലപ്പം. പണ്ട് ചില സമയത്ത് എന്തെങ്കിലും ബുദ്ധിമുട്ട് വരുമ്പോഴത്തേക്കും അവിടെ പലവരും പറഞ്ഞു കേട്ടിട്ടുണ്ട്, അവിടുത്തെ ഈ മാതാവിൻ്റെ രൂപം അവിടുത്തെ ഇതുണ്ടല്ലോ, ചിപ്പി ഉണ്ടല്ലോ, അതിൽ കാണുമെന്നൊക്കെ പറഞ്ഞ് അതൊക്കെ ഈ അന്വേഷിച്ചിട്ടുണ്ട്. എന്നിട്ട് അവിടെ പോയി ഇരുന്ന് അമ്മയുടെ കണ്ണിലൊക്കെ നോക്കിയിരിക്കും. ഒരു 5 മണിക്കൂറൊക്കെ ഇങ്ങനെ ഇരിക്കും. അമ്മ ഇപ്പോൾ കണ്ണ് ഷെയ്ക്കാണ്ട, അനങ്ങണ്ട, അമ്മ പ്രത്യക്ഷപ്പെടുക എനിക്ക് എന്നൊക്കെ പറഞ്ഞ് അങ്ങനെയൊക്കെ ഞാൻ നോക്കിയിരിക്കാറുണ്ട്. എന്നിട്ട് അമ്മയോട് മനസ്സുകൊണ്ട് ഇങ്ങനെ പറയും, ആരും എൻ്റെ വിഷമം അറിയണില്ല, നീ പലവരിക്കും പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്, എനിക്കൊന്ന് എൻ്റെ മുമ്പിൽ വന്നൂടെ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ നോക്കിയിരിക്കും. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ പലപ്പോഴും അങ്ങനെ ഒരു ശീലമുണ്ട്. അപ്പോൾ അമ്മയ്ക്ക് ഇവിടെ കൊച്ചിയിൽ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായിരിക്കുക. ആ സമയത്ത് ഡോക്ടർ പറഞ്ഞ് അമ്മ മരിച്ചുകൊണ്ടിരിക്കുക, തീരെ ഓർമ്മയൊന്നുമില്ല, ശ്വാസം വലിച്ചുകൊണ്ടിരിക്കുക എന്ന്. ആ സമയത്ത് എൻ്റെ മനസ്സിൽ തോന്നി നേരെ വേളാങ്കണ്ണി പോവാം. വേളാങ്കണ്ണി പോയി കഴിഞ്ഞ് അപ്പോൾ സാന്നിധ്യം അന്വേഷിക്കണം, ദൈവത്തിൻ്റെ സാന്നിധ്യം അന്വേഷിക്കേണ്ടത്, വേറെ എവിടെയുമില്ല.
വേളാങ്കണ്ണി പോയി കഴിഞ്ഞാൽ അമ്മ രക്ഷപ്പെടും. ഞാൻ ഇവിടെ ഇരുന്ന് അമ്മയോട് പറഞ്ഞു, ഞാൻ വേളാങ്കണ്ണി പറയാണ്, ഞാൻ വേളാങ്കണ്ണി എത്തി നിൻ്റെ മുമ്പിൽ വരുമ്പോൾ അമ്മ ഇവിടെ സൗഖ്യം കിട്ടി. അത് ക്യാൻസർ ശരിക്കും ബാധിച്ചിരിക്കുക, ലിവറിലും ബ്രെയിനിലൊക്കെ ബാധിച്ചിരിക്കുക. ഞാൻ അമ്മയോട് പറഞ്ഞ്, ഞാൻ അവിടെ വന്ന് എൻ്റെ മുമ്പിൽ നിൽക്കുമ്പോൾ ഇവിടെ അമ്മയ്ക്ക് സൗഖ്യം കിട്ടണം, അമ്മ എണീച്ചിരിക്കണം, എൻ്റെ അനിയത്തി എന്നോട് പറയണം, ഇല്ലെന്നുണ്ടെങ്കിൽ ഞാൻ തിരിച്ചു വരില്ല കേട്ടാ എന്ന് ഞാൻ പറഞ്ഞു. അത് അമ്മയ്ക്കറിയാം, ഞാൻ പറഞ്ഞാൽ അമ്മ വിസിലോട് തിരിച്ചു പോവില്ലെന്ന് ഞാൻ പറഞ്ഞു. അപ്പം അമ്മയ്ക്ക് അത്രയും സീരിയസ് ആയിട്ടിരിക്കുമ്പോഴും അതൊക്കെ അമ്മ തന്നെ ചെയ്യിപ്പിച്ച. ക്വസ്റ്റ്യൻ പേപ്പറും കൊടുക്കും, ആൻസർ ഷീറ്റും കൊടുക്കും, അമ്മ അതാണ്. അപ്പോൾ അമ്മയ്ക്ക് അത്രയും സീരിയസാണ്. അപ്പോൾ വീട്ടിൽ അനിയത്തി പറയണം ഇപ്പോൾ പോകണ്ടെന്ന് പറഞ്ഞ്, അച്ഛനും പറഞ്ഞ് ഇത്രയും സീരിയസ് ആയിട്ടിരിക്കുക, ഹോസ്പിറ്റലിൽ അടുത്തുണ്ടാകണം ഈ സമയത്ത് എന്ന് പറഞ്ഞ്. ഞാൻ പറഞ്ഞില്ല, അമ്മയ്ക്ക് സൗഖ്യം കിട്ടും, അമ്മ ഇപ്പോൾ എണിച്ചിരിക്കും, നോക്കിയോ, നാളെ ആകുമ്പോഴത്തേക്ക് എണിച്ചിരിക്കുക, ഇപ്പോൾ പോയാന്ന് പറഞ്ഞ് ഞാൻ ഒരു പോക്ക് അങ്ങോട്ട് ആദ്യമായിട്ട് പോയി വേളാങ്കണ്ണിക്ക്. ഇങ്ങനെ ബസ് മാറി മാറി പോയി തിരിച്ച് വരെ എത്തി. തിരിച്ച് ഒരു റിലേഷൻ്റെ വീട്ടിൽ ഒരു കാര്യമുണ്ടായി. അവിടെ പോയപ്പോഴത്തേക്ക് അവിടെ ഫോൺ വന്ന് ഞാൻ അവിടെ എത്തിക്കഴിഞ്ഞാൽ തിരിച്ച് പെട്ടെന്ന് വരാൻ പറയണം, വളരെ സീരിയസ് ആണെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അവിടെ നിന്ന് ഹോസ്പിറ്റലിലേക്ക് ഫോൺ ചെയ്തത്, ഞാൻ പറഞ്ഞ് ഇനി ആകെ ഇവിടെ നിന്ന് ഒരു 3-3.5 മണിക്കൂരേ ഉള്ളൂ, അത് കഴിഞ്ഞാൽ അമ്മ സൗഖ്യം കിട്ടും, ഇനി ഒന്ന് കാത്തിരിക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ സിസ്റ്റർ കരയാൻ തുടങ്ങി, ഉറക്കെ കരഞ്ഞ്, ഇല്ല അവസാനമായിട്ട് അമ്മേനെ ഒന്ന് കണ്ടേക്കുക, അമ്മ കണ്ണ് തുറന്നിരിക്കുക, ഇപ്പം എത്തണമെന്ന് പറഞ്ഞ്, അത് കഴിഞ്ഞ് പോകണമെന്ന്. ഞാൻ തിരിച്ചു പോകുന്നത്, അമ്മ വർദ്ധിച്ചില്ല അവിടെ. അമ്മയ്ക്ക് എൻ്റെ വാശി അറിയാം, ഈസ് ദി ലോഡ്. വേളാങ്കണ്ണി വർദ്ധിച്ചില്ല. തിരിച്ചു വന്നപ്പോൾ ഇതുപോലെ കണ്ണൊക്കെ മഞ്ഞിച്ച് ജോണ്ടീസും വന്ന്, എന്നെ മനസ്സിലായെന്ന് പോലും അറിയില്ല. ഞാൻ അവിടെ ആകെ 1 മിനിറ്റ് നിന്ന്. എന്നിട്ട് അമ്മയോട് തന്നെ ചോദ്യം ചോദിക്കാമെന്ന് പറഞ്ഞ് ഞാൻ നേരെ മറോക്കാട് പോയി. അമ്മ മരിക്കാതിരിക്കുക, ഞാൻ അവിടെ ഇരുന്നില്ല. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. മറോക്കാട് പോയിട്ട് ഞാൻ അമ്മയോട് മുട്ടിപ്പോയി നിന്ന്. അന്ന് പവർ കട്ടാണ്, രാത്രി 9 മണിയായിട്ടുണ്ട്, പവർ കട്ടാണ്, പള്ളി തുറന്നിട്ടുണ്ട്. അവിടെ അന്ന് അടുത്തൊന്നും വീടൊന്നുമില്ല. അവിടെ ചെല്ലാനും ഞാൻ 97 കാര്യമോ പറയണം. അപ്പോൾ ഞാനവിടെ മുട്ടിപ്പോയി നിൽക്കുക, കറണ്ടൊന്നുമില്ല. ഞാനിങ്ങനെ കയ്യും പൊക്കി, എനിക്ക് അന്ന് കൊന്തചൊല്ലാനൊന്നും അറിയില്ല. പ്രൈസ് ദി ലോർഡ്. അമ്മയോട് ഞാൻ ഉറക്കെ പറയുക കരഞ്ഞുകൊണ്ട്, ഇനി എന്നെ വേളാങ്കണ്ണി വർദ്ധിച്ചില്ല, എനിക്ക് എൻ്റെ അമ്മയെ വേണം, എന്നെക്കൊണ്ട് എല്ലാം സാധിക്കുമല്ലോ, എന്താ കാര്യമെന്ന് ഞാൻ ചോദിച്ചു. ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് അവിടെ ഇരുന്ന് സ്പാർക്ക്, അന്നാണ് ഞാൻ മാതാവിൻ്റെ അനുഭവം കാണുന്നത്. മിന്നലടിക്കുന്ന പോലെ സ്പാർക്ക് ഇങ്ങനെ പറയാം, അമ്മയുടെ മൂക്കിൻ്റെ അവിടെ ഇരുന്ന് ഇങ്ങനെ അടിക്കുക, എൻ്റെ മുകളിലേക്ക് അടിക്കുക. ഞാൻ വിചാരിച്ചത് എന്തോ മിന്നലേറ്റിരിക്കുക. അവിടെ മഴയൊന്നുമില്ല, കറണ്ടും ഇല്ല. ഞാൻ പേടിച്ചാദ്യം. എന്നിട്ട് ഞാൻ മുട്ടിപ്പേർന്ന് താഴെ വീണ്, എന്നിട്ട് ഇങ്ങനെ ഇരിക്കുക എന്താണെന്ന്. കുറച്ച് കഴിഞ്ഞപ്പോൾ കറണ്ട് വന്നു. ഞാൻ മുകളിലേക്കൊക്കെ നോക്കി, ഞാൻ വയറെന്തെങ്കിലും സ്പാർക്കായതാണെന്ന് നോക്കി, ഇല്ല. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അപ്പോൾ ഞാൻ നോക്കുമ്പോഴത്തേക്കും അവിടെ വയറും ഇല്ല, ഒന്നുമില്ല. എന്നിട്ട് എനിക്ക് അവിടെ ഇരുന്ന് ഒരു അനുഭവം കിട്ടി. എൻ്റെ മനസ്സിൻ്റെ അകത്ത്, എൻ്റെ ജീവിതത്തിൽ ഞാൻ ജനിച്ചിട്ട് ഇതുവരെ അനുഭവിക്കാത്തൊരു സന്തോഷവും സമാധാനവും എനിക്ക് കിട്ടി. പ്രൈസ് ദി ലോർഡ്. ഞാൻ ആ സന്തോഷവും സമാധാനം, എനിക്കറിയില്ല എന്താ സംഭവിച്ചതെന്ന്. മനസ്സൊക്കെ ഭയങ്കര ലൈറ്റായി, ആഹ്ലാദം തോന്നിക്കുക എനിക്ക്. ഞാനത്, എനിക്ക് മനസ്സിലായില്ല എന്താ സംഭവിച്ചതെന്ന്. ഇതാണ് പരിശുദ്ധാത്മാവ്, ദൈവത്തെ കൊണ്ട് സാധിക്കും. ഞാൻ അങ്ങോട്ട് ഹോസ്പിറ്റലിലേക്ക് പോയി. അമ്മയുടെ ആ നില തന്നെയാണ്. ഒരു 12-12:30 ആവുമ്പോഴത്തേക്ക് അമ്മ അന്ന് മരിച്ച്. എല്ലാവരും വന്ന് എന്നെ പിടിച്ച് കരയണ്, കെട്ടിപ്പിടിച്ച് കരയണ്. അനിയത്തി അവിടെ തലകരങ്ങി വീണ്. എനിക്കിതൊന്നും വലിയ പ്രശ്നം തോന്നിക്കുന്നില്ല. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. എനിക്ക് സന്തോഷമെന്ന് പറഞ്ഞാൽ ഭയങ്കര സന്തോഷമാണ്. അമ്മയൊന്നും എനിക്കൊരു വലിയ പ്രശ്നമേ ഇല്ല. പ്രൈസ് ദി ലോർഡ്. അമ്മ ഇവിടെ കിടക്കുക, അതൊന്നും എനിക്ക് വലിയ പ്രശ്നമില്ല. എന്നിട്ട് വീട്ടിൽ കൊണ്ടുവന്ന് ആൾക്കാരൊക്കെ വന്ന് കരയണ.
ഞാൻ അങ്ങോട്ട് ആരെങ്കിലും എൻ്റെ ഫേസിൽ ഇനി സന്തോഷം തോന്നിക്കേണ്ടെന്ന് വെച്ച് ഞാൻ മുഖം തിരിച്ച് അമ്മയെ അവിടെ കിടത്തിയിട്ടുണ്ട്, മതിലിങ്ങനെ ചാരി ഇങ്ങനെ ഇരിക്കുക. അപ്പോൾ ആൾക്കാർ വിചാരിക്കും ഞാൻ സങ്കടത്തിൽ കരഞ്ഞുകൊണ്ടിരിക്കുകയെന്ന് വിചാരിക്കും. പക്ഷേ ഇല്ല, എനിക്ക് ഭയങ്കര ആഹ്ലാദം. അത് ഭ്രാന്ത് പിടിച്ചിട്ടൊന്നുമില്ല. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ പിന്നെ എനിക്ക് മനസ്സിലായത് എല്ലാം ദൈവത്തിൻ്റെ കയ്യിലുണ്ട്. അമ്മ ഈ സങ്കടപ്പെടുന്നതൊക്കെ വെറുതെയാണ്. നിൻ്റെ സിറ്റുവേഷൻ നിൻ്റെ സാഹചര്യം എന്ത് തന്നെ ആയിക്കോട്ടെ, എല്ലാം സാധിക്കുന്ന സാധ്യമായ ദൈവത്തിൻ്റെ മുമ്പിലായ അമ്മ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പോൾ ഇത്